സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു സിനിമ, ഒരു പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അത് ചെറിയ സിനിമ ആയിക്കോട്ടെ, വലിയ സിനിമകളായിക്കോട്ടെ. ഈ സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ തിയേറ്റർ പ്രിൻ്റ് പുറത്തുവിടുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ടെലഗ്രാംസിലൂടെ പുറത്തുവിടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മോശകരമായ കാര്യമാണ്. ആ മോശകരമായ കാര്യത്തിലൂടെ ഇപ്പോൾ ദൃശ്യം 3യും അതിരടി പോലുള്ള 2 സിനിമകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ 50 കോടി ക്ലബ്ബും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗംഭീരമായ തിയേറ്ററിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അതിരടി. മറ്റൊരു സിനിമ ദൃശ്യം 3 ആണ്. അതിനെപ്പറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പാൻ വേൾഡ് അപ്പീലുള്ള സിനിമ, ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ. ആ സിനിമയാണ് ഇപ്പോൾ, ഈ 2 പടങ്ങളും കൂടിയാണ് ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ വന്നിരിക്കുകയാണ്. തമിഴ് MV എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിലും ടെലഗ്രാമിലും ഒക്കെ തന്നെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് ഈ സിനിമകൾ. സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് ഈ പല സിനിമകൾ, ഇപ്പോൾ നമ്മൾ എത്രയോ പടങ്ങൾ, അജയൻ്റെ 2ാം മോഷണം പോലുള്ള സിനിമകളൊക്കെ തിയേറ്റർ പ്രിൻ്റ് ട്രെയിനിലിരുന്ന് പരസ്യമായി ഫോണിൽ കാണുന്ന ആളുകളുണ്ട്. ചുറ്റും അതിൻ്റെ വിഷ്വൽസ് ഉൾപ്പെടെ പുറത്തു വന്നു, നമ്മളതിനെ പുറത്തു വിട്ടിട്ടുണ്ട്. ചുറ്റും അതിൻ്റെ ആളുകൾ കാണുന്നുണ്ടോ, ഇത് തിയേറ്റർ പ്രിൻ്റാണെന്ന് ചോദ്യം ചെയ്യുന്നു. ഇത് ക്രൈമാണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ വീഡിയോ കാണുന്ന പലരും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്. ഈ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 പോലൊരു സിനിമ 58 മണിക്കൂറിൽ നിന്ന് 100 കോടി ക്ലബ്ബിലേക്ക് തിയേറ്ററിൽ നിന്ന് എത്തിയ സിനിമയാണ്. 100 കോടി ക്ലബ്ബ് ആദ്യമായി പരിചയപ്പെടുത്തിയ താരവും കൂടിയാണ് മോഹൻലാൽ. ആ സിനിമയ്ക്ക് 39 ദിവസം എടുത്തു. ചിത്രത്തിൻ്റെ പേര് പുലിമുരുകൻ, വർഷം 2016. ഒക്ടോബറിൽ റിലീസ് ചെയ്ത സിനിമ നവംബർ പകുതിയോടെ ആയപ്പോഴേക്കും ചിത്രം തിയേറ്ററുകളിൽ നിന്നും 100 കോടി ക്ലബ്ബ് എന്ന സ്വപ്ന നേട്ടം ഉണ്ടാക്കി കൊടുത്തതാണ്. 10 വർഷങ്ങൾക്ക് ശേഷം 2014 നിന്നും 2026 എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമ 100 കോടി ക്ലബ്ബ് വെറും 58 മണിക്കൂർ കൊണ്ട്, അതായത് 2 ദിവസവും 10 മണിക്കൂറും കൊണ്ട് 100 കോടി ക്ലബ്ബിൽ എത്തിപ്പെട്ട ഒരു മലയാള സിനിമയും കൂടിയാണ് ഇപ്പോൾ ദൃശ്യം 3. ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട അതിന് മുന്നത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. പനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും പോലുള്ള 2 ജൈജാനിക് പ്രൊഡക്ഷൻ കമ്പനികൾ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി. വലിയ അഭിമാനം തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. ബോർഡേഴ്സ് കഴിഞ്ഞ് ഒരു വലിയ പർച്ചേസുകൾ നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇൻഡസ്ട്രി വലുതാകും. ഇൻഡസ്ട്രി വലുതാകുമ്പോൾ നല്ല നല്ല സിനിമകൾ കിട്ടും, നല്ല പ്രൊഡക്ഷനിലുള്ള സിനിമകൾ കിട്ടും. നമുക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരു 5 കോടിക്കുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ 10 കോടിക്കുള്ളിൽ തീർക്കണം എന്നുള്ള ഈ വ്യവസ്ഥയൊക്കെ മാറി നല്ല ക്രിയേറ്റീവ് സ്പേസ് കിട്ടും. അതെല്ലാം ഇൻഡസ്ട്രിയെ തന്നെയാണ് നല്ല രീതിയിൽ ബാധിക്കുന്നത്, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും പ്രിൻ്റ് പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പല രീതിയിലും മനസ്സിലാകുന്നത്, ചില സോഴ്സ് തമിഴ്നാട്ടിൽ നിന്നും അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകാരറിയാതെ എങ്ങനെയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം എല്ലാ തിയേറ്റേഴ്സും സർവൈലൻസ് ക്യാമറയിലാണ്. ഒരാൾ ഫോണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല രീതിയിലും കാണാറുണ്ടല്ലോ. ഇപ്പോൾ ടൈറ്റിൽ എടുക്കുന്ന ആളുകളുണ്ടാവാം, അത് പോസ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ടാവാം. ചില ക്ലിപ്പിങ്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ പുറത്ത് പോകുന്ന സാധനങ്ങൾ നമുക്കുണ്ടാവാം. ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ നടന്നിട്ടുമുണ്ട്, ഇതൊക്കെ നടക്കാറുമുണ്ട്. പക്ഷെ ഒരു ഫുൾ സിനിമ 2.5 മണിക്കൂർ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ആരെങ്കിലും എടുത്ത് കാണില്ലേ? അങ്ങനെ ഒരു ഹൈ പോയിൻ്റ് അല്ലാത്ത ഒരു സീനിൽ ഒരാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും തിയേറ്റർ സ്റ്റാഫ്സ് നോട്ടീസ് ചെയ്യില്ലേ? CCTV സർവൈലൻസിലല്ലേ നിൽക്കുന്നത്. ഒരാൾ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഇത് കാണില്ലേ? എന്തുകൊണ്ട് തിയേറ്റേഴ്സ് ഇത് ബ്ലോക്ക് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളെ കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൊമൈനുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇതിൻ്റെ തിയേറ്റർ പ്രിൻ്റേഴ്സ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുമുള്ള സ്റ്റെപ്സും മെഷർമെൻറ്റ്സും അവരെടുക്കാറുണ്ട്. ചിലർ ഹയർ ചെയ്യാറുണ്ട്, ഇതിങ്ങനെ വരികയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ബേസ് റൂട്ടിൽ തിയേറ്റേഴ്സിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണ്ടേ? തിയേറ്റേഴ്സിൽ നിന്ന് അറിയാലോ ഇങ്ങനെ CCTV വയ്ക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അത് ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളത്. അവർക്ക് തടഞ്ഞൂടെ? നിർത്തിക്കൂടെ? ആളോട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞുകൂടെ? ഒരാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റുള്ളിലൊക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്? അത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ 5 മിനിറ്റ് മാക്സിമം പറഞ്ഞ കേട്ടോ, അത് ടൈറ്റിൽ ഒരു പ്രധാനപ്പെട്ട സീൻ എന്തോ ആയിക്കോട്ടെ, ഒരു സിനിമ 2.5 hours സിനിമ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ തിയേറ്റർ ഓളേഴ്സ് എന്തുകൊണ്ടും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ആ തിയേറ്ററിൽ എടുക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടും മിണ്ടുന്നില്ല എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായ ചോദ്യമാണ്, പക്ഷേ ഇപ്പോഴും അതിന് മറുപടി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്രയും ഗംഭീരമായി തിയേറ്ററിൽ ഓടുന്ന സിനിമയുടെ പ്രിൻ്റ് പുറത്തേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി ഇത്രയധികം പൈസ മുടക്കി സിനിമ കാണണോ, ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ പോലെ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്, ഫാമിലീസ് ഉൾപ്പെടെ ഇല്ലേ? കാരണം എന്താണ്, അവർക്ക് എത്ര രൂപ ലാഭിക്കും? ഒരു ഫാമിലി 160 രൂപ ടിക്കറ്റ് വെച്ചിട്ട് 4 ഗുണം വെച്ചാൽ 640 രൂപയായി. പിന്നെ പെട്രോൾ കാശ്, കാശ്, അത് പുറത്തിറങ്ങിയ ഭക്ഷണം കഴിക്കുക, എല്ലാം കൂടി ചേർത്ത് ഒരു 1000 രൂപ മിനിമം പോവേ. ഈ 1000 രൂപ ഒറ്റയടിക്ക് ഒരു കുടുംബത്തിന് ലാഭിക്കാം എന്നുള്ളൊരു ജനസേവന സാമൂഹിക നന്മയാണോ ഈ ഷൂട്ട് ചെയ്യുന്നവർ ഇടുന്നത്? മനസ്സിലാവുന്നില്ല. ദിസ് ഈസ് എ ക്രൈം. ഇത് ക്രൈമാണെന്ന് ഇപ്പോഴും ആളുകൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ആളുകൾക്ക് ഇപ്പോഴും ഒരു ബോധം കിട്ടുന്നില്ല ഇത് ക്രൈമാണ് എന്നുള്ളത്? ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് ക്രൈമാണ്, ഇത് അപ്ലോഡ് ചെയ്യുന്ന ക്രൈമാണ്, ഇത് പബ്ലിഷ് ചെയ്യുന്ന ക്രൈമാണ്, ഇത് ഫോർവേഡ് ചെയ്യുന്ന ക്രൈമാണെന്ന് പോലും ഇതുവരെ ആർക്കും മനസ്സിലാവുന്നില്ല.
ഈ മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴും ആളുകൾ പോകുന്നത്. നമ്മൾ എത്രയോ സിനിമകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്രയെത്ര സിനിമകൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യരുത് ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഈ സംഭവിക്കുന്നതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല. അതിപ്പോൾ വലിയ സിനിമയിലും ചെറിയ സിനിമയിലും. വലിയ സിനിമയ്ക്കാകുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൃശ്യം 3 പോലൊരു സിനിമ നിങ്ങൾ പലരും തിയേറ്ററിൽ പോയി കാണാത്ത സിനിമയാണെങ്കിൽ നിങ്ങൾ കയ്യിലൊരു പ്രിൻ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് വരും. കാണാത്ത ബോധമുള്ള ആളുകളുണ്ട് കേട്ടോ, സിവിക് സെൻസ് ഉള്ള ആളുകളുണ്ട്, പക്ഷെ അങ്ങനെ ഇല്ലാത്ത ആളുകളുമുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിലൂടെ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് പോലും മനസ്സിലാവുന്നത്. ഇപ്പോൾ തിയേറ്റർ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഓഡിയോ ക്ലിയർ അല്ല. ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ ചിലപ്പം ഭയങ്കരമായ നല്ല സീൻസൊക്കെ വരികയാണെങ്കിൽ അവരുടെ ആർപ്പും ആവേശമൊക്കെ ഉണ്ടാവും. എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തിയേറ്റർ പ്രിൻ്റ് കാണുമ്പോൾ നല്ല ഫ്ലിക്കറിങ് ഉണ്ടാവാം, നല്ല രീതിയിലായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. കഥ അറിയാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കാണുന്നതാണോ നിങ്ങളുടെ ന്യായമെങ്കിൽ ദയവേത് അത് കാണാതിരിക്കുക. ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഇറ്റ്സ് എ ക്രൈം. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ മെഷേഴ്സ് പല നിർമ്മാതാക്കളും എടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങും എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടോ അത് തുടർന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറ്റി ഒന്നും അറിയുന്നില്ല. അറിയാതിരിക്കുന്നതാണ് ഇവർക്ക് കിട്ടുന്ന ഈ ഒരു ബൂസ്റ്റപ്പ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ തമിഴ് റോക്കേഴ്സ് ടോറൻറ്റ് പോലുള്ള സൈറ്റുകളായിരുന്നു. ഇപ്പോൾ തമിഴ് MB പല ഡൊമൈൻ നെയിംസിലാണ് പല രീതിയിലും ഇതിൻ്റെ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു സത്യാവസ്ഥയും കൂടി പറയാമോ? ഞാൻ ഈ പറഞ്ഞില്ലേ ഭയങ്കര മോശമായിട്ടിരിക്കുന്നു. ഇല്ല, 1080 പിക്സൽസിൽ വരെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫയൽസിൽ ആ ഫയൽ നെയിമിലുണ്ട് 1080p എന്നൊക്കെ. ആ രീതിയിൽ വരെ ഇതിൻ്റെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതേ രീതിയിൽ ഇതുപോലെ മുന്നോട്ട് പോകുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയോ അല്ല. ഇറ്റ്സ് ദ ടോട്ടൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അവരെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഈ ഇതുപോലെ പടങ്ങൾ പോകുന്നത്. ഇപ്പോൾ അതിരടി ആയാലും ദൃശ്യവും, ഞാൻ ജസ്റ്റ് ഒരു ലേറ്റസ്റ്റ് 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ എത്രയോ സിനിമകൾ. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസറിന് കിട്ടേണ്ട പൈസയാണ്. നല്ല പടമാണെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി, ഐശ്വര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഫോണിലിരുന്ന് കണ്ടിട്ട് സൂപ്പർ പടമാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്നുള്ള ചോദ്യവും കൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട അതിൻ്റെ പല ഫയൽസും ഇപ്പോഴും തന്നെ ടെലഗ്രാമിലും ബാക്കിയുള്ളടത്തും നിന്ന് കറങ്ങുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ, നിർമ്മാതാക്കൾ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.